ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഷോളിലൊന്ന് സ്കാലപ്പ് ചെയ്തെടുത്താലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 ഇഞ്ച് വിഡ്ത്തിലും അതുപോലെ തന്നെ 2 ഇഞ്ച് വീതിയിലും ആയിട്ടൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു പീസ് ഇതുപോലുള്ള കട്ടിയുള്ള ഷീറ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തൊരു പീസാണ് ഇത്. എന്ത് ചെയ്യുക, നമ്മൾ ഷോളിൽ വെച്ചിട്ട് വരച്ച് കൊടുക്കുക. ഞാനിവിടെ ഷോളിൻ്റെ 4 സൈഡിലും വരച്ച് കൊടുക്കുന്നുണ്ട്. വരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് മെയ്ഗിൻ്റെ കളറുണ്ടല്ലോ, ആ ഒരു കളർ വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ സാധാരണ തുണിയിൽ വരക്കുന്ന ചോക്ക് വെച്ച് വരച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ കാണില്ല, പെട്ടെന്ന് തന്നെ മാഞ്ഞു പോകുമല്ലോ. ഇങ്ങനെ മെയ്ഗ് വെച്ചിട്ട് വരക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയണ വരെ നമുക്ക് ആ ഒരു മാർക്കിങ് അവിടെ കാണും. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടൈപ്പിലാണ് ഞാൻ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഒരുപോലെ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിത് ഫുള്ളായിട്ട് 2 ഷോളിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊന്ന് ഫുള്ളായിട്ട് വരച്ച് കഴിഞ്ഞപ്പോഴത്തേന്. നമ്മൾ വരച്ചെടുക്കുന്ന ടൈമിൽ ഒരു ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ വിട്ടിട്ട് വേണം കേട്ടോ വരച്ചു കൊടുക്കാൻ. എന്നാലുള്ളൂ നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്കത് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റുക. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. നമ്മൾ സ്കാലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ത്രെഡിലാണ് കേട്ടോ, ഈ ഒരു സിൽക്കിൻ്റെ ത്രെഡിലാണ്. ഈ ഒരു ത്രെഡിന് 20 രൂപയാണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ബട്ടൺ ഹൗസിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സിംഗറിൻ്റെ ഫാഷൻ മേക്കറിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. സ്റ്റിച്ച് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്റ്റിച്ചാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ലെങ്ത്ത് 1-ൻ്റെയും 0-ൻ്റെയും ഇടയിലായിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ വിഡ്ത്ത് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് 0-ലാണ് കേട്ടോ ഇതിൻ്റെ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഷോള് വെക്കുക. എന്നിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. എന്നാലുള്ളൂ നമുക്ക് കറക്റ്റ് കിട്ടുക. ക്യാൻവാസ് വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്, ഞാൻ ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കൽ. എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് അത് സ്റ്റിച്ച് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് വിട്ടു പോരുകയും ചെയ്യും കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ ഒട്ടും എഡിറ്റിങ്ങിൽ സ്പീഡോ കാര്യങ്ങളോ ഒന്നും കൂട്ടിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം പതുക്കെ ചെയ്യാൻ കഴിയുമോ അത്രത്തോളം പതുക്കെ ചെയ്താലുള്ളൂ ആ ഒരു വൃത്തിയിൽ കിട്ടുക. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ സ്പീഡോ കാര്യങ്ങളോ ഒന്നും കൂട്ടാത്തത് കേട്ടോ. ഈ ഒരു ഇതിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, 4 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ താഴെ ഭാഗത്ത് വെച്ച ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, അത് നമുക്കതിൽ നിന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. നമ്മൾ പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് ഫുള്ളായിട്ട് പോരും. നമ്മുടെ സ്റ്റിച്ചിന് ഒരു കംപ്ലൈൻറ്റും വരില്ല കേട്ടോ. നമ്മൾ ന്യൂസ് പേപ്പർ മാത്രമേ അതിൽ നിന്ന് വിട്ടു പോരും. ന്യൂസ് പേപ്പർ വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ക്യാൻവാസോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് അവിടെ ഇങ്ങനെ കാണും, കാരണം നമ്മൾ അയൺ ചെയ്തിട്ടാണല്ലോ വെക്കുക. അപ്പോൾ നമുക്ക് ന്യൂസ് പേപ്പർ വെച്ചാലാണ് നല്ല വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും. നമുക്കധികം ചിലവുമില്ല കേട്ടോ ന്യൂസ് പേപ്പർ ആകുമ്പോൾ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നവരുണ്ട്. ഞാനിവിടെ സോൾഡിങ് അയൺ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഏറ്റവും പതുക്കെ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് കേട്ടോ ഈ ഒരു പാർട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ തട്ടാതെ നോക്കണം. അതുപോലെ തന്നെ ഷോളിൽ നമ്മൾ കൊടുത്ത ത്രെഡിലും തട്ടാതെ നോക്കണം. അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും കേട്ടോ ഇത്. നമുക്ക് നല്ല ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പാർട്ടാണിത്. അഥവാ നമ്മുടെ സ്റ്റിച്ചിലോ ത്രെഡിലൊക്കെ തട്ടിപ്പോയാൽ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തത് മൊത്തത്തിൽ കൊളായിട്ട് പോകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, കാരണം കയ്യിലൊക്കെ തട്ടിയാൽ പെട്ടെന്ന് തന്നെ പൊള്ളും, നല്ല ചൂടുണ്ടാവും കേട്ടോ.
നമുക്ക് നല്ല ചൂടായാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാനും പറ്റും, നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ പതുക്കെ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ഷാൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 ഷോളിലും 4 സൈഡിലായിട്ടാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല വൃത്തിയായിട്ട് തന്നെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റിച്ച്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.